നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സാണ് തരാൻ പോകുന്നത്. നിങ്ങൾ ഇൻക്ലൈൻഡ്, അതായത് അത്യാവശ്യം നല്ല സ്ലോപ്പിൽ കൂടെ താഴോട്ട് വണ്ടി ഇറക്കുമ്പോൾ ശ്രദ്ധയിൽ എന്താണ് വെക്കേണ്ടതെന്ന്, അതായത് ഡൗൺ ഹിൽ പോലത്തെ ഏരിയയിൽ കൂടെ നിങ്ങൾ ഓടിക്കുമ്പം എന്താണ് ശ്രദ്ധയിൽ വെക്കേണ്ടതെന്ന്. ഇതിപ്പോൾ ഞാൻ ഒരു പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നിടത്ത് അത്യാവശ്യം നല്ല സ്ലോപ്പുണ്ട്. അപ്പം സ്ലോപ്പിൽ കൂടെ നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധയിൽ വെക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ വണ്ടി അങ്ങ് ഓഫ് ചെയ്യും. സ്ലോപ്പിൽ കൂടെ ഇറക്കാൻ നേരം വണ്ടി ഓഫ് ചെയ്യും, ചിലർ ന്യൂട്രലിലിടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ബെറ്ററാണ് വണ്ടി ഗിയറി വെക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റിലിട്ടു. ക്യാബിനകത്തിൽ വെട്ടമില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടായി പോകുന്നത് ക്ഷമിക്കണം. ഇപ്പോൾ ഞാൻ ഈ പാർക്കിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടാമത്തെ ഫ്ലോറിലാണ്. അപ്പം അത്യാവശ്യം നല്ല സ്ലോപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടു. വണ്ടി നിങ്ങൾ സ്ലോപ്പിൽ കൂടെ ഇറക്കുമ്പോൾ ഒരിക്കലും വണ്ടി ഓഫ് ചെയ്യരുത്. രണ്ടാമത് വണ്ടി ന്യൂട്രൽ ഇടരുത്. പിന്നെ അത്യാവശ്യം നല്ല സ്ലോപ്പാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി താഴോട്ട് ഇറക്കാവും. അപ്പോൾ ഇങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വണ്ടി താഴോട്ട് ഇറക്കുക, അതായത് സ്ലോപ്പിൽ വെച്ച് നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തു, എന്നിട്ട് വണ്ടി താഴോട്ട് ഇറക്കുവാണെങ്കിൽ എന്താകുമെന്ന് വെച്ചാൽ പവർ സ്റ്റിയറിംഗ്, ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യില്ല. അപ്പം അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടി വരും വണ്ടി ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം ബ്രേക്കിങ്ങും എഞ്ചിനിൽ നിന്ന് പവേർഡാണ്. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല, അതിന് നല്ല എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ടി ന്യൂട്രലിൽ ഇടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വണ്ടി വണ്ടി ന്യൂട്രലിലാണെങ്കിൽ പവർ സ്റ്റിയറിങ്ങും ബ്രേക്കും വർക്ക് ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല സ്ലോപ്പാണെങ്കിൽ വണ്ടി നല്ല സ്പീഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ ബ്രേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ബ്രേക്ക് പാഡിന് പെട്ടെന്ന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും, ബ്രേക്ക് പെട്ടെന്ന് ഹീറ്റും ആവും. അപ്പം എന്താണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഫസ്റ്റ് ഗിയറിലിട്ടു വണ്ടി ഫസ്റ്റ് ഗിയറിലിടുവാണെങ്കിൽ എൻജിൻ ബ്രേക്കിംഗ് നടക്കും. അതായത് വലിയ സ്ലോപ്പാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഗിയർ റേഷ്യോ കാരണം വണ്ടി ആ ഫസ്റ്റ് ഗിയറിൻ്റെ ലിമിറ്റഡ് സ്പീഡിൽ നിന്ന് കൂടുതൽ വേഗതയിൽ പോകത്തില്ല. ഇപ്പോൾ കണ്ടോ, ഈ സ്ലോപ്പിലാണ്, ഞാൻ ഫസ്റ്റ് ഗിയറിലാണ്, ഞാൻ ഒട്ടും പോലും ബ്രേക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. അതേ സമയത്ത് ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലോ ന്യൂട്രലിലോ ആയിരുന്നെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ താഴോട്ട് പോയേനെ. നിങ്ങൾക്ക് ഈ സ്ലോപ്പ് കാണാം, ഇത് അത്യാവശ്യം നല്ല സ്ലോപ്പുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേയാനും ബ്രേക്ക് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതൊരു മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കേണ്ട, എപ്പോഴേലും ഡൗൺ ഹിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ലോപ്പ് ഇറങ്ങുമ്പോഴോ വണ്ടി ഒരിക്കലും ന്യൂട്രലി വെക്കരുത്. രണ്ടാമത് വണ്ടി ഓഫ് ചെയ്യരുത്. വണ്ടി ഓഫ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞു, പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യില്ല, ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, വണ്ടി ന്യൂട്രലാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ബ്രേക്കിംഗ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിലാണെങ്കിലും. അപ്പം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇനി ഇതുപോലത്തെ വീഡിയോകൾ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് വേണ്ടി